സ്നേഹിച്ചോലെ എന്നെ സ്നേഹിക്കണം. മിസ് എങ്ങനെ സഭയെ സ്നേഹിച്ചെന്നറിയാ? ഞാൻ പറഞ്ഞു, ലജ്ജയ, വേണ്ടി വന്നാൽ എനിക്ക് വേണ്ടി നിന്ദനങ്ങളും അപമാനങ്ങളും ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ, വേണ്ടി വന്നാൽ എനിക്ക് വേണ്ടി ത്യാഗങ്ങളും കഷ്ടതകളും സഹിക്കാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ, എന്തിനാ ഞാൻ കൂടുതൽ പറയുന്നത്? അവസാനത്തെ തുള്ളി രക്തം വരെ കുരിശിൽ കിടന്ന് പിടഞ്ഞ് ചൊരിഞ്ഞ് മരിച്ച മിശിഹായെ പോലെ ആണ്. കാര്യം മനസ്സിലായല്ലോ? അതെ, ഭാര്യയുടെ ശിരസ്സാണ് ഭർത്താവ്, ഭർത്താവിന്റെ ശിരസ്സോ കർത്താവ്. The three to get married എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ബന്ധത്തിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് മിശിഹായും സഭയും തമ്മിലുള്ള ബന്ധമാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമെങ്കിൽ, അതെ, 1 കൊരിന്ത്യർ 13, സ്നേഹം കലഹിക്കുന്നില്ല, സ്നേഹം കോപിക്കുന്നില്ല, സ്നേഹം തിന്മയായത് ചിന്തിക്കുന്നില്ല, സ്നേഹമെല്ലാം സഹിക്കുന്നു, സ്നേഹമെല്ലാം ക്ഷമിക്കുന്നു, സ്നേഹമെല്ലാം വിട്ടുകൊടുക്കുന്നു, സ്നേഹം മറ്റുള്ളവന്റെ നന്മ ആഗ്രഹിക്കുന്നു. അതെ, കുടുംബജീവിതത്തിൽ ആ ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ ആരും ആഗ്രഹിക്കേണ്ട കേട്ടോ. കാരണം എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഞാൻ കുറെ സമയം പ്രാർത്ഥിക്കുന്ന വിഷയം എന്താണെന്നറിയോ? ദൈവമേ, എവിടെങ്കിലും 3-4 ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അടിയുണ്ടാക്കണേ. അടിയുണ്ടാക്കിയാ പോരാ, അവരെന്റെ ക്ലിനിക്കിൽ എന്നെ കാണാൻ വരണേ. പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും 3-5 പെമ്പിളരെ എതിരേലും ഒളിച്ചോടി പോണേ. എന്നിട്ട് അവരെന്നെ തന്നെ അല്ല, ഞാനെങ്ങനെ ജീവിക്കും? നമ്മൾ ഈ പണിയല്ലേ പഠിച്ചത്, നമുക്ക് അറിയാവുന്ന പണി തന്നെ. അതെ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, സ്നേഹത്തിന്റെ അനുഭവങ്ങൾ കുടുംബ ബന്ധങ്ങളിൽ വളരെയേറെ കുറഞ്ഞു. ഒരു കാലത്ത് നമ്മുടെ കുടുംബം ഒരു ജോയിന്റ് ഫാമിലി ആയിരുന്നു. വല്യപ്പനും വല്യമ്മയും ചിറ്റപ്പന്മാരും ആന്റിമാരും, അനേകം തലമുറകൾ ഒരു കുടുംബത്തിൽ പരിശീലനം കിട്ടി വളർന്ന ഒരു കാഴ്ചപ്പാട് അത് പോയി. ഞാൻ, എന്റെ ഭർത്താവ്, എന്റെ പിള്ളേർ, ഞങ്ങളുടെ പിള്ളേരല്ല, എന്റെ പിള്ളേർ. ആദ്യകാലത്ത് 3 പിള്ളേരെന്നൊരു ഇടപാടുണ്ടായിരുന്നു. പിന്നെ നിങ്ങളുടെ പോയിട്ട് നമ്മൾ 2, നമുക്ക് 2 പറഞ്ഞാൽ ഇടപാട് വന്നു. പിന്നെ നിങ്ങളുടെ പോയിട്ട് നാം 1, നമുക്കൊന്നെന്നും പറഞ്ഞാൽ ഇടപാട് വന്നു. ഏറ്റവും പുതിയതറിയാവോ? അറിയില്ല. അതാണ് ഈ പറവം ഭാഗത്തെ അല്ലേ? ഞങ്ങളുടെ അവിടെ അങ്ങനെയല്ല, കുട്ടി വേണ്ട പട്ടി മതി എന്നുള്ളതാ. അപ്പൊ അങ്ങനെയാ, നല്ല വീട്, നല്ല കാറ്, നല്ല പട്ടിക്കൂട്, നല്ല പട്ടി. പിള്ളേരെ വളർത്തുന്നതിനേക്കാൾ കാര്യമായിട്ട് പട്ടിയെ വളർത്തുന്നുണ്ട്. ഇപ്പൊ അത് വിദേശത്തെ ഒരു സംസ്കാരം അങ്ങനെയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലത് കൂടുകയാണ്. ഞാൻ വെറുതെ പറയുന്നൊന്നല്ല, പ്രസവിക്കാൻ എന്നെ കൊണ്ട് മനസ്സില്ലെന്ന് പറയുന്ന പെൺകുട്ടികളുടെ എണ്ണം കൂടുകയാണ്. കുടുംബജീവിതത്തിൽ അമ്മമാരുടെ അറിവിലേക്ക് ഞാൻ പറയാം, പെൺകുട്ടികളെ ജീവിതത്തിന്, കുടുംബ ജീവിതത്തിന് ഒരുക്കി വിടണം. ഇല്ലെങ്കിൽ നാളെ പല കോടതികൾ, ഇവിടെ ഇഷ്ടം പോലെ കുടുംബ കോടതികളുണ്ട്. കുടുംബ കോടതികളുടെ വരാന്തയിൽ പോയി നിന്ന് ആവശ്യമില്ലാതെ സമയം ചെലവഴിക്കേണ്ടി വരും. പണവും സമയവും ഒക്കെ ചെലവഴിച്ച് ജീവിതം പിള്ളേരുടെ കോഞ്ഞാട്ടയാകുന്നത് കണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവരെ ഒരുക്കി വിടണം. അപ്പൊ ഈ തലതിരിഞ്ഞ് ചിന്തിക്കുന്ന അമ്മമാർ ഒത്തിരി ഉണ്ട് കേട്ടോ. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ എല്ലാം പോയി ഇടപെടും, തലയിടും. പിള്ളേരെ ജീവിക്കാൻ അനുവദിക്കുകയില്ല. ഒരെണ്ണത്തിന്. അതുകൊണ്ട് ഞാൻ മാതാപിതാക്കളോട് പറയുന്ന ഒരു കാര്യം, മക്കൾക്ക് ശാന്തമായിട്ട് ജീവിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്താൽ മതി, അവരങ്ങ് ജീവിച്ചോളും. നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്ന, മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവർക്ക് കുടുംബജീവിതങ്ങളെ കുറിച്ച് നല്ലൊരു ധാരണ കൊടുക്കുക എന്നുള്ളതാണ്. സ്നേഹിക്കുന്നില്ല എങ്കിൽ മാത്രം നിങ്ങൾ കൈയടക്കുക. സ്നേഹം എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത്, പ്രകടിപ്പിക്കണം. നമ്മുടെ കുടുംബത്തിലുള്ള ഒരു കുഴപ്പമെന്ന് പറയുന്നത്, സ്നേഹം ആരുടെയും എല്ലാവരുടെയും ഉള്ളിൽ ഇരിപ്പുണ്ടെന്നാ പറയുന്നത്. ഇത് ഫീൽ ചെയ്യുന്നില്ല ആർക്കും. എല്ലാരും പറയുന്നത് അങ്ങനെ തന്നെ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആണുങ്ങളോട് ഞാനൊരു കാര്യം പറയാണ്, നിങ്ങളുടെ ഉള്ളിലും സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിക്കും മക്കൾക്കും മനസ്സിലാവുന്ന ഭാഷയിൽ മനസ്സിലാക്കി കൊടുക്കുക. മനസ്സിലാവുന്ന ഭാഷ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു നോട്ടത്തിന്റെ അർത്ഥമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. ഇല്ലേ? പശു ചക്കമടല് നോക്കുന്നുണ്ടില്ലേ? നല്ലൊരു നോട്ടം മതിയാവും. ജോലി ചെയ്ത് മടുക്കുമ്പോഴും പിറകിലൂടെ വന്ന് തോളിലൊന്ന് തട്ടി, ആരും കേൾക്കാണ്ട് ഞങ്ങളുടെ ചെവിയിലൊന്ന് ചോദിക്കുക, സഹായിക്കണോ? വേണ്ടമേ, നീ അയലോക്കത്തെ പണിയും കൂടെ ഞങ്ങൾ ചെയ്ത് കൊടുക്കും. ഞങ്ങൾക്ക് അങ്ങനെ വലിയ ഭാവമൊന്നുമില്ല, പക്ഷെ എനിക്ക് സ്നേഹം അനുഭവിക്കണം. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരോട്, ആണുങ്ങൾക്ക് വേണ്ടി കേട്ടോ ഒരു കാര്യം പറയാം. സായിപ്പിനെ കണ്ട് പഠിക്കുന്നത് നല്ലതാ. ഞാൻ ഈയിടെ ഓസ്ട്രേലിയയിലായിരുന്നു എന്ന് പറഞ്ഞില്ലേ? ശരിക്കും എനിക്ക് എന്തൊരു ഇഷ്ടമാണെന്ന് പറയാം. അവർക്ക് അങ്ങനെയാ, സ്നേഹം എവിടെ വെച്ച് തോന്നിയാലും അതങ്ങ് പ്രകടിപ്പിക്കും. അതിന് ഒരു പിശുക്കില്ല. ഞാൻ ഈ കുറെ നാൾ മുമ്പ് ഒരു സായിപ്പിനെ കണ്ടു കേട്ടോ. അത് കണ്ടത് നമ്മുടെ കേരളത്തിൽ വെച്ചാ. കേരളത്തില് ഞാൻ കുട്ടനാട്ടിൽ ഒരു പ്രോഗ്രാം ചെയ്യാൻ പോയതാ. അപ്പൊ കുട്ടനാട്ടിൽ ഈ പ്രോഗ്രാം ചെയ്യാൻ പോയപ്പോ ഞാൻ വണ്ടി ഉണ്ട് നെടുമുടി എന്ന് പറഞ്ഞൊരു സ്ഥലത്തിട്ടിട്ട് കൈനഗരി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് ബോട്ടിൽ കയറി യാത്ര ചെയ്യും. അവിടെ ചെന്ന് ക്ലാസ് എടുത്ത് തിരിച്ചു വരാൻ നിൽക്കാം. എനിക്കൊരു സ്വഭാവമുണ്ട്, എവിടെ ക്ലാസ് എടുക്കാൻ പോയാലും അവിടുന്ന് ഒരു സംഭവം ഉണ്ടാക്കിക്കൊണ്ട് പോരും ഞാൻ അടുത്ത സ്ഥലത്ത് പ്രസംഗിക്കാൻ. അന്ന് എനിക്ക് ഒന്നും കിട്ടിയില്ല. ഞാൻ വളരെ വിഷമിച്ച് ബോട്ട് ജെട്ടി വന്നിരിക്കുക. ബോട്ട് വരുന്നുണ്ട് കേട്ടോ. അതിന്റെ ഏറ്റവും ഫ്രണ്ടിൽ ഒരു സായിപ്പും മദാമ ഇരിപ്പുണ്ട്. പെട്ടെന്ന് എനിക്ക് തോന്നി, ഇവരായിരിക്കും എന്റെ ഇന്നത്തെ എര. ഞാൻ ഇവരുടെ സീറ്റിന്റെ പിറകിലായിട്ട് വന്നിരുന്നു. നല്ല
സുന്ദരി മദാമ്മ അതിനേക്കാള് സുന്ദരൻ സായിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇവര് വീഡിയോ ക്യാമറ കൊണ്ട് ഇങ്ങനെ കുട്ടനാടിന്റെ സൗന്ദര്യം ഒപ്പിയെടുത്തോണ്ടിരിക്കുക. ഞാൻ ഇവരുടെ സൗന്ദര്യം ഒപ്പിയെടുത്തോണ്ട് പോവുകയാണ്. അങ്ങനെ ബോട്ട് പോയിക്കൊണ്ടിരിക്കുക. കൊറങ്ങി എന്ന പണ്ടല്ലോ ഒരു വലിയ താറാവുകൂട്ടം വരുന്നു. താറാവുകൂട്ടം എന്ന് പറഞ്ഞാൽ 10,000-15,000 താറാവുണ്ട്. അതിങ്ങനെ വെള്ളത്തിലൂടെ പമ്പയാറ്റിലൂടെ വരികയാണ്. ഒരു മനോഹരമായ കാഴ്ച. ഇവർ രണ്ടുപേരുടെ എഴുന്നേറ്റ് നിന്നത് വീഡിയോയിൽ പകർത്തുകയാണ്. അങ്ങനെ പോരുമുണ്ടല്ലോ ഈ ഒരു സ്പീഡ് ബോട്ട് ഈ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് മുമ്പുള്ള ഒരു സമയമാണ്. അവിടെ റിഹേഴ്സൽ നടക്കുന്നുണ്ട്. അതിനകത്ത് ഒരു സ്പീഡ് ബോട്ട് ഭയങ്കര സ്പീഡിൽ വന്നു. ആ സ്പീഡ് ബോട്ടിന്റെ ഓളം ഞങ്ങളുടെ ബോട്ടിന്റെ ഓളം കൊണ്ടാവണം ഈ താറാവിനെ നിയന്ത്രിച്ചുകൊണ്ട് ഒരു കൊതുമ്പ് വള്ളത്തിൽ ഒരു ചെറിയ മനുഷ്യൻ അയാളുടെ വള്ളം ഒന്ന് ഒലഞ്ഞാൽ വെള്ളത്തിലേക്ക് വീണു. ഈ വീഡിയോയിൽ ഇത് പകർത്തിക്കൊണ്ടിരിക്കുന്ന ഈ സായിപ്പും മദാമ്മയും കൂടെ ഒരൊറ്റ ബഹളം പോട്ടെ കിടന്ന് അവരിങ്ങനെ കൈകൊണ്ട് കാണിച്ചു. അയാള് വെള്ളത്തിൽ വീണു. രക്ഷപ്പെടുത്താൻ എന്താ അയാള് സ്പാനിഷോ ജർമ്മനോ പോലെ എന്തോ ഭാഷയാണ്, ഇംഗ്ലീഷ് അല്ല. ശരിക്കും ഞാൻ പറയണേ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കില്ല. അതാ നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം. എപ്പോ അറിയുമെന്ന് എനിക്കറിയില്ല. എനിക്ക് എന്തായാലും ഭയങ്കര സന്തോഷമായി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വണ്ടി കയറി വീട്ടിൽ ചെന്ന് കേട്ടോ ഇവരുടെ മുഖമായിരുന്നു എന്റെ മനസ്സില്. ഞാൻ വീട്ടിൽ ചെന്ന പാടെ എന്റെ കെട്ടിയൻ ഞങ്ങളുടെ വീടിന്റെ സിറ്റ് ഔട്ടിൽ ഇരുന്നൊരു പുസ്തകം വായിക്കുക. ഞാൻ കയറി ചെന്ന പാടെ പറഞ്ഞു സായിപ്പിനെ കണ്ടുപിടിക്കണം. ആ മനുഷ്യൻ എന്നെയും നോക്കി നീ എവിടെ പോയതാ. അപ്പൊ ഞാൻ ഈ സംഭവം കുറച്ചുകൂടി മസാല ചേർത്ത് പുള്ളിയുടെ അടുത്ത് പറഞ്ഞു. ഞാൻ ചേർത്ത മസാല ഇത്രേ ഉള്ളൂ. നമ്മുടെ ഉമ്മ പോലെയല്ല സായിപ്പിന്റെ ഉമ്മ. നമ്മുടെ ഒരു 25 ഉമ്മയുടെ നീളം വരും സായിപ്പിന്റെ ഒരു ഉമ്മയ്ക്ക്. ഇതാ ഞാൻ ഈ മനുഷ്യന്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ നന്നായിട്ട് ആസ്വദിച്ചു കേട്ടോ. നന്നായിട്ട് ആസ്വദിച്ചു വീണ്ടും പുസ്തകം വായിക്കാൻ തുടങ്ങി. ഞാൻ പതുക്കെ പുസ്തകത്തെ പിടിച്ചു. ഞാൻ ചോദിച്ചു ലജ്ജയ ഞാൻ പറഞ്ഞ് കേട്ടില്ലേ? കേട്ടല്ലോ. ഞാൻ എല്ലാം കേട്ടു. ലജ്ജയ ഞാൻ അതല്ല നമ്മൾ ഒരുമിച്ച് ഈ ലോകത്തിൽ എവിടൊക്കെ പോയി. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 40ാമത്തെ വർഷമാണ്. ഞാൻ പറഞ്ഞു ലജ്ജയ കഴിഞ്ഞ 40 വർഷങ്ങൾ കൊണ്ട് നമ്മൾ എന്തോരം യാത്ര ചെയ്തു. ഏതെല്ലാം വണ്ടികൾ, ഏതെല്ലാം എയർപോർട്ടുകൾ, ഏതെല്ലാം നാടുകൾ. എവിടെങ്കിലും വെച്ച് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ ആ മനുഷ്യൻ എന്നോട് പറയുക അതിന് വള്ളം അറിയുന്നത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. നമ്മുടെ വള്ളം ഈ ജന്മം അറിയത്തില്ല. നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഇത് നമ്മുടെ കുഴപ്പം. ശരിക്കും ഞാൻ വെറുതെ പറയുന്നതല്ല. പല രാജ്യങ്ങൾ ഞാൻ ഒത്തിരി രാജ്യങ്ങളില് ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടി പോകുന്ന കേട്ടോ. ഇപ്പൊ ഓരോ കുടുംബങ്ങളെ കുറിച്ച് ഞാൻ താരതമ്യ പഠനം നടത്തുമ്പോ എനിക്ക് തോന്നാറുണ്ട് നമ്മുടെ കുടുംബങ്ങൾക്ക് പണ്ടുണ്ടായിരുന്ന ഒരു തീവ്രതയുണ്ട്. സ്നേഹത്തിന്റെ ഒരു തീവ്രത. ആ തീവ്രതയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു ആത്മപരിശോധന നടത്തുക, അത്രേ ഉള്ളൂ. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. ഇന്ന് നമ്മുടെ ഈ കൂട്ടായ്മയിൽ നമുക്ക് ഞാനൊരു ഭർത്താവ് എന്ന നിലയിൽ, അപ്പൻ എന്ന നിലയിൽ, കുടുംബനാഥൻ എന്ന നിലയിൽ സ്നേഹം കൊടുക്കുന്നുണ്ടോ? എന്റെ ഭാര്യയും മക്കളും സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടോ? അതെന്തുമാത്രം എന്റെ കയ്യിൽ പോകുന്നുണ്ട്. പക്ഷെ ഞാന് ആണുങ്ങളെ കുറ്റം അങ്ങനെ പറയത്തില്ല കേട്ടോ. എന്നാലും എനിക്ക് പെണ്ണുങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. പല ആണുങ്ങളും എന്റെ അടുത്ത് പറയാറുള്ള ഒരു കാര്യ, ചില പെണ്ണുങ്ങളെ കണ്ടാ സ്നേഹിക്കാൻ തോന്നില്ല. ചിലതിന്റെ മോന്താഴും, എബൌട്ട് 10 വെച്ചുള്ള പോക്കും, ഭദ്രകാളിയുടെ മട്ടിലുള്ള നോട്ടും, ചൂലിലിട്ടും പിടിച്ചുള്ളയാ നിപ്പും കണ്ടാലും സ്നേഹം വരൂല്ല. ആരുടെയും കുഴപ്പമില്ല. ഞാൻ ഇവിടെ നോക്കുന്നുണ്ടോ ഓരോരുത്തരെ. ഈ സായിപ്പ് ഇത്രയും വലിയ ഉമ്മ കൊടുത്തിട്ട് ചിരിക്കാത്തവർ ഇതിനകത്തിരിക്കും. ഇവരെന്ന് ചിരിക്കാനാ ദൈവമേ, ഇവരിനി എന്ന് ചിരിക്കാനാ? അതെ, ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത്. എനിക്കറിയില്ല ഇങ്ങനെ നമ്മൾ ജീവിച്ചാൽ എന്താണ് ഈ ജീവിതത്തിന്റെ ഒരു രസമെന്ന്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് സ്നേഹം അനുഭവമാക്കി മാറ്റുക, സ്നേഹത്തിൽ വളരുക. സ്ത്രീകളോട് ഞാൻ പറയുന്നതാ, കണ്ടാല് സ്നേഹിക്കാൻ തോന്നണം. സന്തോഷമുള്ള ഒരു മുഖഭാവം ആകർഷകമായ വ്യക്തിത്വത്തിന്റെ ലക്ഷണമാണ്. സന്തോഷമുള്ള സ്ത്രീക്ക് കുടുംബത്തെ നേടാൻ പറ്റും. ഞാൻ വെറുതെ പറയുന്നൊന്നല്ല. എന്റെ 40 വർഷത്തെ ഗവേഷണത്തിന്റെ റിസൾട്ടാ. പല വഴി ഞാനും നോക്കിയിട്ടുണ്ട്. ആദ്യകാലത്തൊക്കെ ഞാനും ഭീഷണിപ്പെടുത്തി നോക്കിയിട്ടുണ്ട്. വലിയ മൂച്ചെടുത്താ ഞാൻ എന്റെ പോക്കിന് പോകുമെന്ന്. ആ മനുഷ്യൻ പറഞ്ഞു ഇങ്ങോട്ട് കയറിക്കോ, കൊണ്ട വിട്ടേക്കാന്ന്. അതോടെ ഞാൻ ആ പണി നിർത്തി. പിന്നെ ചില കാര്യങ്ങൾ സാധിക്കാൻ ഞാൻ കരഞ്ഞു നോക്കിയിട്ടുണ്ട്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഒരു പെണ്ണിന്റെ കണ്ണുനീരിന്റെ മുന്നിൽ ഞാൻ വീഴുകയായിരുന്നു. അതോടെ ഞാൻ ആ പണി ഉപേക്ഷിച്ചു. പിന്നെ ഞാൻ ഗാന്ധിജി ഉപയോഗിച്ച 3 മാർഗങ്ങളാണ് പരീക്ഷിച്ചത്. കോളേജിലൊക്കെ പഠിക്കുമ്പോഴ്, സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴ് ഞാൻ അന്ന് എഴുതുകയും ഈ കോമ്പറ്റീഷൻസിനൊക്കെ പോകും. എന്റെ ചാച്ചൻ എന്നെ ഒരുക്കിക്കൊണ്ട് വന്നതാണ്. ഒരു 4ാം ക്ലാസ് ഒക്കെ മുതൽ ചാച്ചൻ എന്നെ സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജുകളിലേക്ക് കോമ്പറ്റീഷൻസിനൊക്കെ കൊണ്ടുപോകുന്ന പാർട്ടിയായിരുന്നു. ധാരാളം വായിപ്പിക്കും. എല്ലാ മത്സരങ്ങൾക്കും ഒടുവിൽ ചാച്ചന്റെ കുറെ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. ആ പുസ്തകങ്ങൾ വായിച്ചാണ് ഞാൻ വളർന്നത്. ഗാന്ധിയൻ തത്വസംഹിതകള്,
ചാച്ചൻ ഒരു നല്ല കോൺഗ്രസ്സുകാരനായിരുന്നു. അതുകൊണ്ടായിരിക്കാം ചാച്ചൻ അതെല്ലാം എന്നെ കൊണ്ട് അരച്ചു കലക്കി കുടിപ്പിച്ചിട്ടുണ്ട്. വൈകുന്നേരം വരുമ്പോ ഡയറിയിൽ ഞാൻ വായിച്ച പുസ്തകത്തിന്റെ സമ്മറി ഉണ്ടാവണം. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുമായിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യം എന്റെ വീട്ടിലുണ്ടായിരുന്നു. പൊതുവില് ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും തന്നെ എഴുതുകയും എല്ലാവരും തന്നെ നന്നായിട്ട് വായിക്കുകയൊക്കെ ചെയ്യും. എന്റെ ഹസ്ബൻഡും അങ്ങനെയാ. ട്രാവൽ ചെയ്യുമ്പോൾ ആദ്യമേ പുള്ളി വാങ്ങിച്ച പുസ്തകങ്ങളാണ് വരാറുള്ളത്. പുള്ളി വരുന്നതിനേക്കാൾ തലയ്ക്കല്. അതാണ് ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും വലിയ പുസ്തകം. ഞാൻ ഒത്തിരി വായിക്കും. അപ്പൊ ആ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചത് ഗാന്ധിയൻ തത്വസംഹിതകളാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, കല്യാണമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഗാന്ധിജിയുടെ 2-3 മാർഗങ്ങളെങ്കിലും ജീവിതത്തിൽ നമ്മൾ പകർത്തണ്ടേ. ഞാൻ തീരുമാനിച്ചു, 1 നിരാഹാരം, 2 മൗനവ്രതം, 3 നിസ്സഹകരണം. ഞങ്ങൾ തമ്മിൽ വഴക്കിട്ട് പിണങ്ങുമ്പോൾ ആദ്യകാലത്ത് ഞാൻ നോക്കിയത് നിരാഹാരമാണ്. ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾ നോക്കിയിട്ടുണ്ടാവില്ലോ അല്ലേ? എനിക്കിന്നൊന്നും വേണ്ട, പിണങ്ങി മിണ്ടാതെ കയറി കഴിക്കാതെ കിടക്കുക. ഞാൻ വിചാരിച്ചു ആ മനുഷ്യൻ വന്ന് കെട്ടിപ്പിടിച്ച് വാ മോളെ കഴിക്കാന്നും പറഞ്ഞ് എന്നെ കൊണ്ടുപോയി കഴിപ്പിക്കുമെന്ന്. പക്ഷെ ഒരിക്കൽ പോലും ആ മനുഷ്യൻ എന്നെ വിളിച്ചില്ലെന്ന് മാത്രമല്ല, തന്നെത്താനെ പോയിരുന്ന് കഴിക്കുന്നത് കണ്ടോണ്ട് വിശന്ന് കൂറ കുത്തി ഞാൻ അവിടെ കിടന്നു. ആ മനുഷ്യൻ ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയപ്പം ഞാൻ പോയി കട്ടുതിന്നു. അതിന്റെ കുറെ ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതോടെ ഞാൻ ആ പണി നിർത്തി. ഈ പഴയ തറവാടാണേ, 6 വരെയൊക്കെ. അപ്പൊ അതിനകത്ത് ഈ പടക്കലയൊക്കെ കെട്ടി തൂക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആരും കാണാതെ കയറി തിന്നേച്ച് വെള്ളം കുടിച്ചേച്ച് വന്ന് കിടക്കുമായിരുന്നു. പക്ഷെ അതൊക്കെ ബുദ്ധിമുട്ട് പിടിച്ച കാലം. പിന്നെ ഞാൻ ആ പണി നിർത്തി. പിന്നെ ഞാന് മിണ്ടാതെ നടക്കുന്ന സ്വഭാവം, മൗനവ്രതം, അത് നിങ്ങൾ നോക്കിയിട്ടില്ലേ? മാസങ്ങളോളം മിണ്ടാതെ നടക്കാൻ പറ്റുന്ന സ്ത്രീകളെ എനിക്കറിയാം. ആണുങ്ങളും വഴക്ക് പിടിച്ചിട്ട് മാസങ്ങളോളം. എനിക്ക് ഇവിടെ ഒരു ഡോക്ടറുടെ കേസ് വന്നു. പ്രഗത്ഭനായ ഒരു ഡോക്ടറാണ്. ഭാര്യയായിട്ട് മിണ്ടിയിട്ട് 15 വർഷമായി അവര്. 15 വർഷമായി അവര് മിണ്ടിയിട്ട് പറയാനുള്ള സാധനങ്ങൾ മേശപ്പുറത്ത് എഴുതി വെക്കും. ഭർത്താവ് അത് നോക്കും, കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോ. ഭർത്താവ് എഴുതി വെക്കത്തില്ല, മോനെ വിളിച്ചിട്ട് പറയും തള്ളയോട് പറഞ്ഞേക്കാൻ. മിണ്ടൂല്ല. അത് പക്ഷെ എനിക്കറിയാം ഇവര് പോകുന്നത് ഒരു ലക്ഷറി കാറിലാണ്. പുറത്ത് നിൽക്കുന്ന പേപ്പറൊന്നും ഒട്ടിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ അതിശയിച്ചു പോകും ഇവർ രമ്മിൽ പോകുന്ന കണ്ടാൽ. മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ നമ്മൾ പറയില്ലേ? അത് 15 വർഷമായിട്ട് മിണ്ടിയിട്ടില്ല. അഥവാ മിണ്ടിയാല് കായിക്ക ഗായിക്ക തായ്ത്ത പാപ്പ പീപ്പി പൂപ്പു അവർ 2 പേരും വിളിക്കും. അല്ലാതെ അതിനകത്ത് പിശുക്കൊന്നുമില്ല. 2 പേരും നല്ല എഡ്യൂക്കേറ്റഡാ. അപ്പൊ പക്ഷെ ഇവര് തമ്മിൽ മിണ്ടൂല്ല, നേരിട്ട് മിണ്ടൂല്ല. അങ്ങനെയാണ് എനിക്ക് ഈ കേസ് കിട്ടിയത്. അത്ര സുന്ദരിയായ ഒരു സ്ത്രീ അടുത്ത നാളിൽ ഞാൻ കണ്ടിട്ടില്ല. ദൈവമേ, അവരുടെ വായിന്ന് വരുന്ന സാധനങ്ങൾ പോട്ടെ. അപ്പൊ ഞാനും ഈ മൗനവ്രതം നോക്കിയിട്ടുണ്ടേ, മിണ്ടാതിരിക്കും. പക്ഷെ എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നു. കുറച്ചു നേരം മിണ്ടാതിരുന്നാൽ എന്തിനാ പിണങ്ങിയെന്ന് മറന്നുപോകും. അത് കാരണം പിന്നെ അതിനകത്ത് ഞാൻ പരാജയപ്പെട്ടു. പിന്നെ ഞാൻ 3ാമത്തെ മാർഗം നിസ്സഹകരണം നോക്കി. അത് കുറെ നാളൊക്കെ നിങ്ങളും പരീക്ഷിച്ചിട്ടില്ലേ? ഇവരോട് പിണങ്ങുമ്പോ ഇവരുടെ അമ്മയോടും ഉണ്ടായിരിക്കുക. കുടുംബയോഗം വാഴയ്ക്ക ആര് വരുന്നു, ചെമ്മനങ്കാര് അങ്ങോട്ട് പോട്ടെ. അത് ഞാനോട് പിണങ്ങിയിട്ട് നമ്മൾ കുടുംബയോഗത്തിന് പോകില്ല ഇല്ലേ? കഴിഞ്ഞ വർഷം അങ്ങനെ പിണങ്ങി വരാതിരുന്ന ഒരു അതിരിപ്പില്ലേ? ആലോചിച്ചൊക്കെ ഉണ്ടായിരിക്കും, എനിക്കറിയാമല്ലോ. വാഴയ്ക്ക കുടുംബയോഗം ആരാണ്ട് വരുന്നു, വീട്ടിലിതല്ലേ കളി, മുഴുത്ത ചെമ്മനങ്കാരെല്ലാം കൂടെ കുടിക്കോ, ഞാൻ വരുന്നില്ല. ഇതൊക്കെ പെണ്ണുങ്ങളുടെ ഡയലോഗാ, എനിക്കറിയാവുന്ന കാര്യം ഇതൊക്കെ. ഭർത്താവിനോട് പിണങ്ങിയാലും ഭർത്താവിന്റെ കുടുംബത്തോട് പിണങ്ങുക, ഭർത്താവിനുള്ളവരോട് മിണ്ടാതിരിക്കുക. അതെ, അങ്ങനെ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കി. പക്ഷെ എനിക്ക് മനസ്സിലായി ഞാൻ വെറും വൃത്തികെട്ട സ്ത്രീയായിട്ട് മാറുമെന്ന്. ഞാൻ ആ പണിയൊക്കെ നിർത്തിയിട്ട് ഞാൻ പുതിയ പണി കണ്ടുപിടിച്ചു. അപ്പൊ കല്യാണം കഴിഞ്ഞ 4 വർഷമൊക്കെ ആയി ഞാൻ ഈ സൈക്കോളജിസ്റ്റായിട്ട് ജോലി തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ ഞാൻ കണ്ടുപിടിച്ച മാർഗം എന്നാന്നറിയാം, ഈ മനുഷ്യൻ സ്നേഹിക്കുന്നതിനേക്കാളേറെ ഈ മനുഷ്യന്റെ കുടുംബത്തെ സ്നേഹിക്കുക. ഈ മനുഷ്യൻ സ്നേഹിക്കുന്നതിനേക്കാളേറെ ഇദ്ദേഹത്തിനുള്ളവരെ സ്നേഹിക്കുക. അവിടെ ഞാൻ പൂർണ്ണമായി വിജയിച്ചു കേട്ടോ. കാരണം എനിക്കറിയാം ആ കുടുംബം മൊത്തം എന്നെയാണ് സ്നേഹിക്കുന്നതും അംഗീകരിക്കുന്നുണ്ടില്ല. ഞാൻ ഇവിടെ നിൽക്കില്ല നിങ്ങളുടെ മുൻപില്. എന്റെ കുടുംബം എന്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ എവിടെയും നിൽക്കുന്നത്. ഞാൻ എവിടെയും പറയാറുള്ള എന്റെ ശക്തി എന്റെ കുടുംബമാണ്, എന്റെ മക്കള്, എന്റെ മരുമക്കള്, അവരൊക്കെയാണ് എന്റെ ശക്തി എന്ന് പറയുന്നത്. എനിക്ക് 2 മക്കളാണ്. 2 പേരുടെയും കല്യാണം കഴിഞ്ഞു. മൂത്തയാൾക്ക് 3 കുട്ടികളായി. അവരാണ് എന്റെ ശക്തി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ആ ഒരു സപ്പോർട്ട് കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ വിജയിക്കുന്നത്. എന്റെ മോന്റെ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു മാതാപ്രധാനമായി ഹോസ്പിറ്റലില്. ആ ഓപ്പറേഷൻ ഇച്ചിരി ഒരു കോംപ്ലിക്കേറ്റഡ് ഒരു ഓപ്പറേഷൻ. അതിനുവേണ്ടി നിന്നപ്പോ ഞാൻ എല്ലാവരും